കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതുപോലെ അത്ര സങ്കീർണമായിരുന്നില്ല പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കൽ. ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ സാക്ഷാൽ ശ്രീമാൻ മഹനീയ പൂജ്യ നേതാവ് സഖാവ് പിണറായി വിജയൻ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകും. ക്യാബിനറ്റ് റാങ്കുള്ള പദവിയില്ലാതെ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. മാത്രമല്ല, പാർട്ടിയിൽ മുന്നണിയിൽ പിണറായി വിജയനല്ലാതെ മറ്റാര്? പിണറായി തന്നെ ദൈവം, പിണറായി തന്നെ തമ്പുരാൻ. അങ്ങ് നിൽക്കുമ്പോൾ ഇവിടെ KN ബാലഗോപാലോ മരുമകൻ മുഹമ്മദ് റിയാസോ ഒന്നും ഒരിക്കലും പ്രതിപക്ഷ നേതാവാകാൻ വരില്ല എന്നുള്ള കാര്യം ഉറപ്പ്. മാത്രമല്ല, പാർട്ടിയെ സമ്പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കിക്കഴിഞ്ഞു. പാർട്ടി തന്നെ പിണറായി വിജയൻ തന്നെ പാർട്ടി. ഈ ഒരു സംഗതി ഇവിടെ നടന്നിട്ട് വർഷങ്ങളായി. അതിൻ്റെ ആ ഒരു എല്ലാവിധ ഗുണങ്ങളും പാർട്ടിക്ക് കിട്ടുന്നുമുണ്ട്. തകർന്നടിഞ്ഞ് തരിപ്പണമായി ഒന്നുമല്ലാതായി വട്ടപൂജ്യത്തിൽ എത്തി നിൽക്കുന്ന പാർട്ടി. ഈ പാർട്ടി ഇനിയും തകരും. കാരണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സഖാവ് MA ബേബിയൊക്കെ പിണറായി വിജയനെ അങ്ങ് വെളുപ്പിക്കുകയാണ്. എല്ലാവരും, ഗോവിന്ദൻ മാഷ്, എല്ലാവരും അങ്ങ് വെളുപ്പിക്കുകയാണ്. അതായത് പിണറായി കാരണമല്ല തോറ്റത് എന്നുള്ള ആ ഒരു നറേറ്റീവ്, ആ ഒരു ലേബൽ എങ്ങനെങ്കിലും മാധ്യമങ്ങളിലൂടെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ചില മാധ്യമങ്ങളും അതിനെ ശ്രമിക്കുന്നുണ്ട്. ചില നയങ്ങളാണ് പ്രശ്നം എന്നൊക്കെയാണ് പറയുന്നത്. ഒരു സംവിധാനമുണ്ടെങ്കിൽ അതിൻ്റെ നായകത്വം വഹിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. നമുക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാം. കണ്ടോൺമെന്റ് ഹൗസിലേക്ക് ഇനി താമസം മാറുമായിരിക്കും. ചിന്തയിൽ താമസിക്കുമെന്നായിരുന്നു, ചിന്ത ഫ്ലാറ്റിൽ താമസിക്കുമെന്നായിരുന്നു ആദ്യം. പിന്നീട് ബേക്കറി ജംഗ്ഷനിൽ വാടക വീടെടുത്തു. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതോടുകൂടി കണ്ടോൺമെന്റ് ഹൗസിലേക്ക് താമസം മാറും. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വീടാണ് കണ്ടോൺമെന്റ് ഹൗസ്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയാണ്. VD സതീശൻ അവിടെയാണ് താമസിച്ചിരുന്നത്. എന്തൊക്കെ വന്നാലും പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ട് ഇദ്ദേഹം അഭിമുഖീകരിക്കേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്. പല തരത്തിൽ. ഇപ്പം നേരത്തെ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഉന്നയിച്ചതുപോലെ അതിശക്തമായി വാദങ്ങൾ ഉന്നയിക്കാൻ ഇദ്ദേഹത്തിന് ഇപ്പോൾ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് പല കാര്യങ്ങളെക്കുറിച്ചും, സർക്കാർ സംവിധാനങ്ങളുടെ പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ല. കാരണം വല്ലവരും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വായിക്കുന്നു എന്നുള്ളതല്ലാതെ സർക്കാർ സംവിധാനങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു, ഏതൊക്കെ തരത്തിലുള്ള ഭരണ മാറ്റങ്ങളും അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങളുമാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് പിണറായി വിജയൻ അറിയില്ല എന്ന് സത്യമായ കാര്യമാണ്. അത് എന്നെ ഇനി പരിഹസിച്ചാലും സാരമില്ല. അദ്ദേഹം ആരെങ്കിലും സെക്രട്ടറിമാരോ ഇതുപോലെ തന്നെ പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ഒക്കെ എഴുതി കൊടുക്കുന്നത് വായിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പോലും നമ്മളത് അഭിനന്ദിച്ചുകൊണ്ട് വാർത്ത നൽകിയിരുന്നു. പക്ഷേ അതുപോലും ആരെങ്കിലുമൊക്കെ എഴുതി കൊടുത്തതാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും കഠിനമായ ഒരു യാത്രയാണ് ഇനി. പക്ഷേ എല്ലാവിധ സൗകര്യങ്ങളും, ക്യാബിനറ്റ് പദവിയുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, പ്രതിപക്ഷ നേതാവിന്റെ പ്രത്യേകമായ പരിഗണനകളുണ്ട്, എല്ലാമുണ്ട്. മാത്രമല്ല, പാർട്ടിയിൽ ഒരു അഗ്രഗണ്യനായി ഇനിയും നിലകൊള്ളാം. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ അത്ര മോശം സ്ഥാനമല്ല. മുഖ്യമന്ത്രിക്ക് തൊട്ടു താഴെ വരുന്ന സ്ഥാനമാണ്. അപ്പം മുഖ്യമന്ത്രി കഴിഞ്ഞു, ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനം. തീർച്ചയായിട്ടും അങ്ങേക്ക് ശോഭിക്കാൻ സാധിക്കട്ടെ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശക്തമായ പ്രതിപക്ഷമായി നിന്നുകൊണ്ട് ആരോഗ്യപരമായി അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. പക്ഷേ പാർട്ടിയിൽ പിണറായി വിജയനെ കവച്ചു വെക്കാൻ ആരുമില്ല, ഇനിയും ആരും ഉണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും CPM-കാർക്ക് മനസ്സിലായിരിക്കുന്നു. ജയ രാവണ ലങ്കാപതേ എന്ന് മുൻപ് ഒരു വാർത്തയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ഇനിയും ആരാധക വൃന്ദവും ഉപജാപക വൃന്ദവും പിണറായി വിജയന് ഒപ്പമുണ്ടാകും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എങ്കിലും ഒരു വലിയ പോസ്റ്ററായി, ഒരു വലിയ ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നിരത്തിയ പോസ്റ്റർ പോലെ വലിയൊരു പോസ്റ്ററായി, ഒരു ചിത്രമായി ഇങ്ങനെ നിലകൊള്ളാം. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങളെ കാണേണ്ടി വരും. അപ്പോൾ മാധ്യമങ്ങളിൽ നിലകൊള്ളാം. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമോ, കടക്കപ്പുറത്ത് എന്ന് പറയുമോ എന്നറിയില്ല. എന്നാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് വലിയ തോതിലുള്ള ഒരു സ്വയം PR അദ്ദേഹത്തിന് നടത്താൻ സാധിക്കും. അത് നടക്കട്ടെ. അക്കൂട്ടത്തിൽ ജനങ്ങളുടെ കാര്യം കൂടി ഒന്ന് സർക്കാരിനെയോ സർക്കാർ സംവിധാനങ്ങളെയോ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്ന ഒരു അപേക്ഷ കൂടിയുണ്ട്.